أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا محمد. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا خير خلق الله. صلى الله عليك وعلى آلك وأهل بيتك يا نبي الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والليل إذا يغشى والنهار إذا تجلى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا للآخرة والأولى. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. സൗണ്ട് ശരിയായിട്ടില്ല. ഡിലേ വേണം, ബാക്ക് വോയിസ് വേണം, എക്കോ വേണ്ട. നന്നായിട്ട് തുറക്കി. ഇത് മാറ്റിയാൽ ചിലപ്പോൾ ശരിയാവും. വേറെ ഒന്ന് വെച്ചോ. നമ്മുടെ
ബഹുമാന്യരായ പണ്ഡിത ശിരോമണികളെ, എന്തോ ഒരു വ്യത്യാസം നിങ്ങൾക്ക് അധികം മനസ്സിലാകുന്നില്ല. നമ്മുടെ ഈ പരിപാടിയുടെ വിശിഷ്ട അതിഥികളായി നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെയും ഇൽമിന്റെ പ്രഭ പരത്തിയ ബഹുമാന്യരായ പണ്ഡിത ശ്രേഷ്ഠർ, അഭിവന്ദരായ കുറ്റമുസ്ലിയാർ അവറുകളെ, ബഹുമാനപ്പെട്ടവർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗം കൂടിയാണ്, ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി ഉസ്താദിന്റെ ഉപ്പ എന്നതിൽ അതോടൊപ്പം തന്നെ ഞാൻ അടുത്ത് പരിചയമുള്ള ഒരുപിടി ഫൈലി ഉസ്താദുമാരുടെയൊക്കെ ഗുരുനാഥനും ഒരുപാട് മറ്റു പണ്ഡിതന്മാരെയൊക്കെ ദർസ് സംവിധാനത്തിലൂടെ ഈ സമൂഹത്തിന് സമ്മാനിച്ച പ്രഗത്ഭരായ പണ്ഡിതക്കാരണവർ അല്ലാഹു തആല ആയുസ്സും ആരോഗ്യവും ആഫിയത്തും അല്ലാഹു വർദ്ധിപ്പിച്ചു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദീനീ സേവന രംഗത്ത് തന്നെ നീണ്ട കാലങ്ങളായി ദർസും വഅദും ഉത്ബോധനവും ഒക്കെ നാടായ നാടുകളിലൊക്കെ വളരെ കാലങ്ങൾക്ക് മുമ്പേ തുടങ്ങി വെച്ച അഭിനന്ദരായ മാളിയക്കൽ സുലൈമാൻ മുസ്ലിയാർ അവറുകളെ, ഈ ഹിമ എന്ന പദ്ധതി വിജയിപ്പിക്കാൻ അതോടനുബന്ധമായിട്ട് തന്നെ നമ്മുടെ വാഫി PG ക്യാമ്പസിന്റെ സർവോന്മുഖമായ വിജയത്തിനും തന്റെ വലിയ ഒരു സംഭാവന സമർപ്പിച്ച അഭിനന്ദരായ ബാപ്പു ഹാജി അവറുകളെ, എറണാകുളത്ത് ആലുവ അവിടെ ഒരു വഫിയ കോളേജ് സ്വന്തമായിട്ട് തന്നെ നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി. നമ്മൾ ആ സ്ഥലത്തിന്റെ പേരെന്താണ്? കോമ്പാറ. ആലുവയിലെ കോമ്പാറയിൽ നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് വഫിയ കോഴ്സ് വളരെ വ്യവസ്ഥാപിതമായി അതിന്റെ അച്ചടക്കത്തോടുകൂടെ, സൗകര്യക്കുറവുകളുണ്ട്. 12 സെന്റ് സ്ഥലത്ത് ഹുസൈൻ ഹാജിയുടെ ആ ഒരു കോൺട്രാക്ട് എഞ്ചിനീയറിംഗിന്റെ മികവ് കൊണ്ടാകണം അത്രയും സ്ഥലം ഉപയോഗപ്പെടുത്തി വലിയ സൗകര്യമുണ്ടാക്കി ദീനി ചുറ്റുപാടിൽ നമ്മുടെ പെൺകുട്ടികൾക്ക്, എറണാകുളം ഭാഗത്തുള്ളവർക്കൊക്കെ വിശേഷിച്ചു ഒരാശ്രയ കേന്ദ്രം അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് നിർഭയത്വത്തോടുകൂടെ മക്കളെ ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരു വഫിയ കോളേജ് സ്വന്തം പരിശ്രമത്തിന്റെ ഫലമായി എന്ന് ഞാൻ പറയുകയാണ്. അതിന് കമ്മിറ്റി ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. എന്നാലും അത് ഹുസൈൻ ഹാജിയുടെ ഒരു വലിയ സംഭാവനയാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ദീനിനുള്ള ഇടപെടലുകൾ, അദ്ദേഹത്തിന്റെ സംഭാവനകൾ അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൗണ്ട് ഒന്നുകൂടെ ശരിയാവാനുണ്ടേ. ഇവിടെ ഈ ഹിമ എന്ന പദ്ധതി അതിന്റെ ലോഞ്ചിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ജനുവരി 20 ആകുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ആ ഒരു ആശയം ഉയർത്തിക്കൊണ്ടുവരികയും സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയും അതിനുവേണ്ടി തന്റെ കരിയർ തന്നെ മാറ്റിവെക്കുകയും ചെയ്ത അഭിവന്ദനായ പണ്ഡിതൻ ഫരീദ് റഹ്മാനി കാളികാവ് അവറുകൾ, ഈ സദസ്സിൽ വേദിയിൽ നമ്മളോടൊപ്പമുള്ള മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠർ, ഉസ്താദുമാർ, മുതഅല്ലിമീങ്ങൾ, നമ്മുടെ കാളികാവ് അടക്കാക്കുണ്ട് പരിസര പ്രദേശങ്ങളുടെ ഒക്കെ ദീനി പ്രവർത്തനങ്ങൾക്ക് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സംവിധാനങ്ങൾക്കൊക്കെ താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രഗത്ഭരായ ദീനി സ്നേഹികളെ, സഹോദര സഹോദരിമാരെ, ബഹുമാനപ്പെട്ട സയ്യിദ്
ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവറുകൾ ഒരു മാസക്കാലത്തിനിടയിൽ ജനുവരി 20 നമ്മുടെ ഹിമ എന്ന് പറഞ്ഞ ഈ പദ്ധതി സമർപ്പിക്കുകയാണ്. അതിന്റെ പ്രചാരണ സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വഴിയരികിൽ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ, പിതാവാരെന്നറിയാത്ത മക്കൾ, ഉമ്മ ആരാണെന്നറിയാതെ ജന്മം കൊണ്ടതിന്റെ ശേഷം ഉമ്മയുടെ കരങ്ങളാൽ ഉപേക്ഷിക്കപ്പെടുന്ന മക്കൾ, മാതാവും പിതാവും നഷ്ടമായി ആരോരുമില്ലാതെ വഴി കാണാതെ ഇരുട്ടിൽ ജീവിക്കുന്ന മക്കൾ, അവരെയൊക്കെ കൊണ്ടുവന്ന് പാർപ്പിക്കുകയും അവർക്ക് ഇസ്ലാമിന്റെ തനതായ ചുറ്റുപാടിൽ വളരാൻ അവസരമൊരുക്കുകയും ചെയ്യുന്ന ഒരു വലിയ പദ്ധതിയാണ് സത്യത്തിൽ നമ്മുടെ ഈ അടക്കാക്കുണ്ട് എന്നത്. ഒരു കുണ്ടിനുപരി ഒരു വലിയ ഉയർച്ചയിലേക്ക്, ഒരു കുന്നിലേക്ക് ഉയരുന്ന സമയമാണിത്. കാരണം യതീംഖാനകളും പള്ളി ദർസുകളും അറബി കോളേജുകളും നമ്മുടെ നാടിൽ പഞ്ഞമില്ല, ഇഷ്ടം പോലെയുണ്ട്. ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഫരീദ് റഹ്മാനി ഉസ്താദ് അവറുകൾ ഈ വിഷയത്തിൽ ബിരുദാനന്തര ബിരുദമെടുത്തു എന്ന് ഞാൻ പറയാൻ കാരണം, അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ മമ്പാട് ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഹിമയുടെ പദ്ധതി ഒരു 1.5-2 മണിക്കൂറോളം വീട്ടിലിരുന്ന് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് മുന്നോട്ട് പോകുന്നു, അത് ഇത്ര വർഷം കൊണ്ട് ഈ സ്റ്റേജിലെത്തും, ഓരോ ഘട്ടം പൂർത്തിയാകുമ്പോ ഇത്ര സംവിധാനങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് വളരെ ദീർഘവീക്ഷണത്തോടുകൂടെ, വളരെ പ്ലാനിങ്ങോടുകൂടെ ഉള്ള ഒരു സംവിധാനമാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഹിമ്മ. ഇതിനൊരു ഹിമ്മത്ത് വേണം. എനിക്ക് തോന്നുന്നു ഹിമ്മ എന്ന പദത്തിൽ നിന്നായിരിക്കണം ഹെവൻ ഫോർ intimacy and merciful atmosphere, കാരുണ്യത്തിന്റെയും പാരസ്പര്യ ബോധത്തിന്റെയും ഒരു അഭയകേന്ദ്രം എന്ന ഒരാശയം ഏറ്റവും ഹിമ്മത്തുള്ള, മനക്കരുത്തുള്ള ആളുകൾക്ക് മാത്രം മുന്നിട്ടിറങ്ങാൻ ധൈര്യം വരുന്നത്. നമ്മളൊരു അറബി കോളേജിനെ സംബന്ധിച്ച് ഒരു പള്ളി ദർസിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ അവിടെ വിദ്യാർത്ഥിനികൾക്ക് സൗണ്ട് ഒന്നും കൂടെ നല്ല, ഞാൻ ലൈഫായ മനുഷ്യനാണ്, അതുകൊണ്ട് സൗണ്ട് നന്നായിട്ട് വേണം, ഇത്രയൊന്നും പോരാ. നമ്മൾ അവരുടെ ഭക്ഷണകാര്യം മാത്രമാണ് ആലോചിക്കാറുള്ളത്. പക്ഷെ ഇത് ചെറിയ മക്കളെ താലോലിക്കേണ്ട നഴ്സുമാർ വേണം, വൃദ്ധജനങ്ങൾ, മക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്നവർ. അപ്പൊ ശരിയായി, അങ്ങനെ വരട്ടെ. മാതാപിതാക്കളെ വഴിയരികിൽ ഉപേക്ഷിച്ചു പോകുന്ന ആളുകൾ, ആ മാതാപിതാക്കൾക്ക് മരുന്നും വെള്ളവും വായിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന സേവകന്മാർ, വോളണ്ടിയേഴ്സ് ആവശ്യമുണ്ട്. വെറും ഒരു ഭക്ഷണം വേവിച്ചു കൊടുത്താൽ മതിയാവില്ല. അവരെ കുളിപ്പിക്കണം, അവർക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കണം, അവരെ മരുന്ന് കഴിപ്പിക്കണം. അതിൽ വിവിധങ്ങളായ അസുഖമുള്ളവർ കാണും, അവരെ നിരന്തരം ശുശ്രൂഷിക്കണം. ഒരാൾക്ക് ഒരാളെന്ന രീതിയിൽ തന്നെ അവരെ ലുക്ക് ആഫ്റ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. ഇതൊരു വലിയ പദ്ധതിയാണ്, എളുപ്പമല്ല. മുസ്ലിം സമൂഹം ഇതുപോലെയുള്ള പദ്ധതികൾ ഏറ്റെടുത്തത് വളരെ വിരളമാണ്. നമ്മുടെ ക്രിസ്തീയ സഹോദരന്മാർ വളരെ കാലങ്ങൾക്ക് മുമ്പേ ഈ രംഗത്ത് കാലെടുത്ത് വെച്ചവരാ. ഞാൻ അറിയുന്ന എന്റെ പ്രഗത്ഭനായ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞു. ഇസ്ലാമിക ചുറ്റുപാടുകൾ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് അദ്ദേഹം ഒരു അഭയകേന്ദ്രത്തിൽ വളരുകയാണ് നമ്മുടെ തെക്കൻ ജില്ലയിൽ. ആ സഹോദരൻ പറഞ്ഞു, നിങ്ങൾ വന്ന് കണ്ടതിൽ സന്തോഷമുണ്ടായി, പക്ഷേ എന്റെ പേടി
ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഒരുപാട് മുസ്ലിമീങ്ങൾ മരിച്ചുപോയി. അവരൊക്കെ തൊട്ടടുത്തുള്ള സെമിത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ഞങ്ങൾക്കൊരു മുസ്ലിം ഖബർസ്ഥാനിൽ കിടക്കാൻ ആഗ്രഹമുണ്ട്. മരിക്കുമ്പോൾ ഒരു മുസ്ലിമായി മരിക്കാനുള്ള സംവിധാനം ഞങ്ങൾക്കില്ലല്ലോ. നിങ്ങളെപ്പോലെയുള്ള ആളുകളൊക്കെ വല്ലപ്പോഴൊക്കെ അല്ലേ ഒന്ന് നോക്കുകയുള്ളൂ. ഞാനല്ല, എൻ്റെ ഒരു സുഹൃത്ത്. ആ ഒരു ആശയത്തിൽ നിന്ന് അദ്ദേഹം ഇതുപോലെയുള്ള ഒരു സംവിധാനത്തെ സംബന്ധിച്ച് ആലോചിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മലപ്പുറം ജില്ലയുടെ ഇങ്ങേ അറ്റത്ത്, ഇവിടെ അടുത്തല്ലേ കേരള എസ്റ്റേറ്റ് എന്ന് പറഞ്ഞത്, മലയോര പ്രദേശമായി ഇങ്ങറ്റത്ത് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാനുള്ള ഒരു സംവിധാനം അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശീർവാദത്തോടുകൂടെ ബാപ്പുഹാജിയെ പോലെയുള്ള മഹാമനസ്കരായ ആളുകൾ, ഖത്തറിലും ബഹ്റൈനിലുമൊക്കെയുള്ള നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ, നാട്ടുകാരായ നാം ഓരോരുത്തരുടെയും, ഇതൊക്കെ നമ്മുടെ ഉമ്മമാർ. ഒരാൾക്ക് സ്വന്തം ഉമ്മയെ, സ്വന്തം വാപ്പയെ പരിചരിക്കാൻ പറ്റിയില്ല, അവര് മരിച്ചുപോയി. ജീവിച്ചിരിക്കുന്ന കാലത്ത് മാതാപിതാക്കളെ പരിചരിക്കുന്ന ആ ഒരു മഹത്വമോ അതിന്റെ കൂലിയോ അറിയില്ലായിരുന്നു. അങ്ങനെ അവർക്ക് കാര്യമായതൊന്നും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ സങ്കടം പേറുന്നവർ, അവർക്ക് ഒരുപാട് ഉമ്മമാർ, ഒരുപാട് ഉപ്പമാർ കൈവരുന്ന, പരിപാലിക്കാൻ കഴിയുന്ന ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധർമ്മസമരത്തെക്കാളും ഒരിക്കലും ക്ഷീണിക്കാത്ത നിസ്കാരക്കാരനെ പോലെയും എല്ലാ ദിവസവും നോമ്പെടുക്കുന്ന, സുന്നത്ത് നോമ്പെടുക്കുന്നവനെ പോലെയും എന്ന് പറഞ്ഞ ഒരു മഹാപ്രതിഫലം കിട്ടാനുള്ള അവസരം നമുക്കിവിടെ ഹിമയിലൂടെ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് സർവശക്തനായ അല്ലാഹുവിന്റെ കാരുണ്യം അവർക്ക് ലഭിക്കുന്നതിന് ഈ പാവപ്പെട്ടവരുടെ കണ്ണുനീർ തുടച്ചാൽ മാത്രം മതിയാവും. അവരുടെ മനസ്സിൽ നിന്നുയരുന്ന പ്രാർത്ഥന ഒരുപക്ഷെ അതിലും കൂടുതൽ പ്രതിഫലം കിട്ടാൻ അവർക്ക് കാരണമായേക്കും. സർവശക്തനായ അല്ലാഹു ആരെല്ലാം ഇതിനൊരു വാക്കുകൊണ്ട്, ഒരു പ്രവൃത്തി കൊണ്ട്, ഒരു ഇഷ്ടികയോ ഒരു വെട്ടുകല്ലോ കൊടുത്തുകൊണ്ടെങ്കിലും, ഒരു സിമന്റ് ചാക്ക് കൊടുത്തുകൊണ്ടെങ്കിലും, അവിടേക്കുള്ളൊരു ബെഡോ ബെഡ്ഷീറ്റോ കൊടുത്തെങ്കിലും, എന്താണോ അവർക്ക് ആവശ്യമുള്ളത്, മെഡിസിൻ, ഇങ്ങനെയെല്ലാം ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ സർവശക്തനായ അല്ലാഹു അവരുടെയൊക്കെ ഈ ലോകത്തെയും പരലോകത്തെയും വിഷമതകളും കണ്ണുനീരും അല്ലാഹു തുടക്കുകയും അവർക്ക് ജീവിതത്തിലും നാളെ പരലോകത്തിലും അല്ലാഹു വിജയം നൽകുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിഷയ സംബന്ധമായ ഒന്ന് രണ്ട് ചർച്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ പ്രഗത്ഭനായ ഫരീദ് റഹ്മാനി ഉസ്താദ് ഒരു വിഷയം ഇവിടെ നൽകി, ഇരുളിനെ പഴിക്കാതിരിക്കാം, ഒരു തിരി തെളിയിക്കാം. ഇത്ര നല്ല മലയാളമൊന്നും എനിക്ക് പറയാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിയായിരിക്കും. അത് റഹ്മാനി ഉസ്താദിന് എന്നെ കഴിയുള്ളൂ. എന്തോ ഒരു രസമുള്ള ക്യാപ്ഷൻ. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന്. പറഞ്ഞു, ഇത് ഒരു കാരുണ്യത്തിന്റെ, ആർദ്രതയുടെ, മനുഷ്യ സ്നേഹത്തിന്റെ, പാരസ്പര്യ ബോധത്തിന്റെ, മാതൃ പിതൃ ബന്ധത്തിന്റെ ചൂടുള്ള ഊഷ്മളമായ ഒരനുഭവമാണ് ഇവിടെ ഹിമയിൽ ഉത്ഭവിക്കാനിരിക്കുന്നത്. അതും ലോകത്തിന് കരുണയായി വന്ന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൻ ലിൽ ആലമീൻ, ലോകങ്ങൾക്ക് റഹ്മത്ത് എന്നാണ്. പക്ഷികളുടേതേ ഒരു ലോകമാണ്. ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മുഫസ്സിരീങ്ങൾ ആലിമുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ലോകങ്ങളാണ്. ഉറുമ്പുകളുടേത് ലോകങ്ങളാണ്, ചെടികളുടേതൊരു ലോകമാണ്, ലോകങ്ങളാണത്. മണ്ണിന്റെ ഉള്ളിൽ കിടക്കുന്ന ജീവാംശങ്ങൾ, അതൊരു പഠനവിധേയമാക്കുമ്പോൾ അത് ലോകങ്ങളാണ്. ആകാശത്തിന്റെ വിവിധ ഭാഗങ്ങൾ എല്ലാം, മനുഷ്യ ശരീരം, ജീവജാലങ്ങൾ എല്ലാം ലോകങ്ങളാണ്. സർവമാന ലോകങ്ങൾക്കും എന്നാണ്, ഈ ലോകത്തിന് എന്നല്ല പ്രയോഗം. വമാ അർസൽനാക
إلا رحمة للعالمين.